ഏറ്റവും സ്നേഹമുള്ളവരെ, 568 വർഷങ്ങൾ പിന്നിട്ടിട്ടും അഴുകാതെയിരിക്കുന്ന ഒരു മൃതമേനി ഇറ്റലിയിലുണ്ട്. അഴുകാതിരിക്കുന്ന ആ മൃതമേനിയുടെ അരികിൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കും വിശുദ്ധ റീത്ത പുണ്യവതിയുടെ അടുത്തേക്ക് പോകാം. ഏറ്റവും പ്രിയമുള്ളവരെ, ഞാൻ എല്ലാ ദിവസവും കാളിയാർ എന്ന് പറയുന്ന ഒരു പള്ളിയുടെ മുമ്പിലൂടെ യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അവിടെ ഒരു പള്ളിയുണ്ട്, വിശുദ്ധ റീത്തായുടെ പള്ളി. ആ പള്ളിയിലേക്ക് ആയിരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എല്ലാ ദിവസവും ആ പള്ളിയിലുള്ള വിശുദ്ധ റീത്ത പുണ്യവതിയെ ഞാൻ ഓർക്കും. ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് യേശുവിന്റെ മുൾമുടി ശിരസിൽ അണിഞ്ഞ് നിൽക്കുന്ന ആ അമ്മ എല്ലായ്പ്പോഴും സുഗന്ധം നൽകുന്ന അമ്മയാണ്. 568 വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ സുഗന്ധം നൽകുന്നത്? കാരണം ആ അമ്മയുടെ ജീവിത വിശുദ്ധിയാണ്. 2 മക്കളുടെ അമ്മയായിരുന്നു. അഗസ്തീനിയൻ സന്യാസ സഭയിലെ അംഗമായിരുന്നു. ഈശോയുടെ കുരിശിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരമ്മ. ക്ഷമിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരമ്മ. ആ അമ്മ ജനിച്ചത് 1381 ഇറ്റലിയിലാണ്. അവളുടെ വളരെ ചെറുപ്പത്തിലെ തന്നെ അവൾ വിവാഹിതയായി. അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ജീവിത പങ്കാളി നല്ല സ്വഭാവം ഉണ്ടായിരുന്നവനല്ല. എല്ലാ രീതിയിലും റീത്തയെ പീഡിപ്പിക്കുമായിരുന്നു. ആ മനുഷ്യനെ എങ്ങനെയോ കൊല ചെയ്യപ്പെട്ടു. പിന്നീട് മക്കള് ഈ കൊല ചെയ്തവരെ റിവഞ്ച് ചെയ്യാനായിട്ട്, ക്ഷമിക്കാൻ സാധിക്കാതെ പ്രതികാരം ചെയ്യാനായിട്ട് കാട്ടുതീ പോലെ കത്തി ആടി നടക്കുന്ന യുവാക്കന്മാരായി മാറി. ആ അമ്മയോട് ആ അവസരത്തില് അമ്മ യേശുവിന്റെ കുരിശിലെ വചനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ 2 മക്കളെയും ഒരു കൊലയാളി എന്ന് ചിത്രീകരിക്കാതെ ദൈവം തന്നെ സ്വർഗത്തിലേക്ക് ആ മക്കളെ കൊണ്ടുപോയി. പിന്നീട് ഈ അമ്മയ്ക്ക് അഗസ്തീൻ സന്യാസ സഭയിൽ ചേരണമെന്ന് ശക്തമായ തൃഷ്ണയുണ്ടായിരുന്നെങ്കിലും സന്യാസ സഭയുടെ നിയമങ്ങളനുസരിച്ച് തിരഞ്ഞെടുപ്പുണ്ടായില്ല. എന്നാൽ ദൈവം തന്നെ നേരെ ഇടപെട്ട് ഈ സഹോദരി അഗസ്തീൻ സന്യാസ സമൂഹത്തിന്റെ നടുവിലേക്ക്, പള്ളിയിലേക്ക് ദൈവം തന്നെ എടുത്തുകൊണ്ടുവന്ന് സ്ഥാപിച്ചു. അടഞ്ഞുകിടന്ന മഠങ്ങളുടെ ഉള്ളിൽ കയറിപ്പറ്റുന്ന ഒരു വിശുദ്ധിയായി തീർന്നു. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വചനങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടുന്ന മക്കളെ, ഹൃദയം അടച്ചു കളഞ്ഞവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അവസരത്തില് ദൈവം ഇടപെട്ട്, പരിശുദ്ധാത്മാവ് ഇടപെട്ട് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഈ കൊണ്ടുപോകണമെങ്കിൽ 1 ജീവിത വിശുദ്ധി വേണം. 2 കുടുംബ ജീവിതത്തിലെ സഹനങ്ങള് യേശുവിന്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കാൻ സാധിക്കണം. കുരിശിലെ 7 വചനങ്ങള്
നമ്മുടെ മനസ്സിൽ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ കാണുന്ന വിശുദ്ധ റീത്തയുടെ ജീവിതത്തില് നമ്മൾ കാണുന്നുണ്ട്, യുവതിയുടെ ശിരസിന് ചുറ്റും യേശുവിന്റെ മുൾമുടി യേശു സമ്മാനിച്ചതാണ്. സമ്മാനിക്കാൻ കാരണം ഈ കുരിശിലെ വചനങ്ങളാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നീ എന്നോടുകൂടെ പറുദീസായിലാണ്, എനിക്ക് ദാഹിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ, എനിക്ക് ദാഹിക്കുന്നു. എല്ലാം പൂർത്തിയായി, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. 568 വർഷം മുമ്പ് മരിച്ച ആ പുണ്യവതിയുടെ ശരീരം അഴുകാതെയും സുഗന്ധം നൽകിയും ഇന്ന് ഇറ്റലിയില് റീത്തായുടെ നാമത്തിലുള്ള ബസിലിക്കായില് എന്തുകൊണ്ട് ഇന്നും അഴുകാതെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാല് ഈ കുരിശിലെ വചനങ്ങളാണ്. വചനം പറയുകയാണ്, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരത്തിലേക്ക് ആത്മാവിനെ കൊടുക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കുകയാണ്. യേശുവിന്റെ ജീവിതത്തോട് ചേർന്ന് ജീവിച്ച, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച, വചനങ്ങൾ മുഴുവനുമായി സ്വീകരിച്ച ഈ അമ്മ റീത്താമ്മ ദൈവത്തിന്റെ ഒരു പുത്രിയായി ആയിരങ്ങൾക്ക് വണക്കത്തിനായിട്ട് ഇന്നും ഇറ്റലിയില് റീത്താ ബസിലിക്കായില് അവിടെ ഉണ്ട്. മനോഹരമായ ഒരു കബറിടം അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ഒരു പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. മനോഹരമായ ചിത്രപ്പണികളും എല്ലാം ചെയ്തിട്ടുണ്ട്. എത്രയോ ലക്ഷം ജനങ്ങളാണ് ആ മൃതശരീരം 568 വർഷം കഴിഞ്ഞിട്ടും പ്രാർത്ഥിക്കുന്നത്. 1381 ഈ പുണ്യവതി ജനിച്ചു. എന്നാൽ മരണം നടക്കുന്നത് 1457 ഈ വിശുദ്ധയുടെ ജീവിതം നമുക്കെപ്പോഴും മാതൃകയാണ്. ഒന്നാമത്തേത്, നമ്മൾ സുഗന്ധം വരുത്തുന്നവരാവുക. നമ്മൾ സുഗന്ധം വരുത്തുന്നവരാണോ ജീവിതത്തില്? ജീവിച്ചിരിക്കുമ്പോൾ യേശുവിന് വേണ്ടി സഹനമുണ്ടായിരുന്നു. മഠത്തിൽ ചെന്നപ്പോൾ ആ സന്യാസ സമൂഹത്തിന് സുഗന്ധം നൽകുന്നവരാണ്. മരിച്ചു കഴിഞ്ഞിട്ടും സുഗന്ധം നൽകുന്നവരാണ്. അവരാണ് വിശുദ്ധര്. അവരുടെ മാധ്യസ്ഥതയിൽ ആയിരങ്ങള് ദൈവത്തിന്റെ ഇടപെടലിലേക്ക് നടക്കും. ആയിരങ്ങളിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ നടക്കും. അതുകൊണ്ടാണ് ഈ വിശുദ്ധരുടെയൊക്കെ മുമ്പിൽ പോയിട്ട് മാധ്യസ്ഥം പ്രാപിക്കുമ്പോൾ നമുക്ക് സൗഖ്യങ്ങള്, രക്ഷയുടെ മാർഗങ്ങള് കാണിച്ചു തരുന്നത്. ജീവിച്ചിരിക്കുമ്പോഴും ദുർഗന്ധം വരുത്തുന്ന മനുഷ്യരുണ്ട്. ഈ അടുത്ത ദിവസങ്ങളില് നമ്മൾ പത്രങ്ങളിലും ടിവിയിലും എല്ലാം കണ്ടു. കോട്ടയം മെഡിക്കൽ കോളേജില് പഠിക്കാൻ ചെന്ന വിദ്യാർത്ഥിയെ റാഗ് ചെയ്യുന്നത് എത്ര ക്രൂരമായിട്ടാണ്. ഇതിന് നമ്മുടെ നിയമങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഏത് പാർട്ടി ഭരിക്കുന്നുവോ ആ പാർട്ടിയാണല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഈ കുട്ടികളുടെ ദുർഗന്ധം ആ മെഡിക്കൽ കോളേജ് റിപ്പോർട്ടുകളിൽ ഉണ്ടാകും. ഈ കുട്ടികളുടെ ദുർഗന്ധം പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകും. ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലും ഈ കുട്ടികൾ നടത്തിയ ദുർഗന്ധം, കോമ്പസ് കൊണ്ട് ശരീരം വലിച്ചു കീറുന്നത്, കോമ്പസ് കൊണ്ട് കുത്തുന്നത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതാണോ? മാത്രമല്ല ആ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ചുകൊണ്ട് ഇവന്റെ വേദന കണ്ടുകൊണ്ട് സാഡിസ്റ്റായി തീരുന്ന മക്കള്. ഒരു കോളേജിന്റെ ചരിത്രം മാത്രമല്ല, സിദ്ധാർത്ഥന്റെ മരണം നമ്മൾ ഓർക്കണം. ഒരു അമ്മയുടെ മകൻ, ഒരു അപ്പന്റെ മകൻ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു. ഇവിടെ റീത്ത പുണ്യവതി സുഗന്ധം വരുത്തിയ തന്റെ ജീവിതത്തിൽ, തന്റെ ജീവിത പങ്കാളിയിൽ നിന്നുണ്ടായ കഷ്ടതകള്
യേശുവിന്റെ പരിമളത്തിനായിട്ട് സമർപ്പിക്കുകയാണ്. സ്വന്തം മക്കള് റിവെഞ്ച് ചെയ്യാനായിട്ട്, പ്രതികാരം ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചിറകുകളില് അവള് സുഗന്ധം വരുത്തി. മരിക്കുമ്പോഴും സുഗന്ധം വരുത്തി, മരിച്ചു കഴിഞ്ഞപ്പോഴും സുഗന്ധം വരുത്തുന്ന ഒരു റാണിയായി മാറി റീത്ത പുണ്യവതി. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ സുഗന്ധം വരുത്തുന്നവരാകണം, നല്ല വാക്കിലൂടെ, നല്ല ചെയ്തികളിലൂടെ, മാധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ. അതാണ് റീത്ത പുണ്യവതി കാണിച്ചു തരുന്നത്. സുഗന്ധമുണ്ടാകണമെങ്കിൽ വചനത്തോട് ചേർന്ന് നിൽക്കുന്നവരാകണം, വചനം വായിക്കുന്നവരാകണം, വചനം പഠിക്കുന്നവരാകണം, വചനം ഹൃദയസ്ഥമാക്കുന്നവരാകണം, വചനം ഉരുവിടുന്നവരാകണം. അങ്ങനെ ഈ സുഗന്ധം ജീവിതത്തിലുടനീളം ഉണ്ടാവും. വിശുദ്ധ പാത്രോപിയുടെ ശരീരവും അഴുകാതെ ഇന്ന് സുഗന്ധം നൽകിക്കൊണ്ട് ആയിരങ്ങളെ യേശുവിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നു. യേശുവിന്റെ മുൾമുടിയും റീത്ത പുണ്യവതിയുടെ ആ ചിത്രത്തിലെ, ആ ജീവിതത്തിലെ മുൾമുടിയും. ഒരിക്കൽ റീത്ത പുണ്യവതി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, റീത്തായുടെ ശിരസിലേക്ക് യേശു അണിഞ്ഞ ആ മുൾമുടി കൊണ്ടുവന്ന് വയ്ക്കപ്പെട്ടു. ഒരുപക്ഷെ ദൈവദൂതന്മാരായിരിക്കാം. യേശുവിന്റെ സഹനത്തില് പങ്കുപറ്റുന്നവരാവുക. നമുക്കെല്ലാവർക്കും സഹനമുള്ളവരാണ്. ഈ സഹനത്തിൽ പങ്കുപറ്റുമ്പോൾ യേശു അനുഭവം നമുക്ക് ലഭിക്കും. യേശുവിന്റെ സഹനത്തോട് നമ്മുടെ സഹനം താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ സഹനം? ചെറുതാണ്. യേശുവിന് വേണ്ടി ആരെങ്കിലും സഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹം നൽകും. നെൽവിത്ത് അതേപടി ഇരിക്കുന്നെങ്കിലോ ഫലം നൽകില്ല. താഴേക്ക് വീഴണം, മണ്ണിലേക്ക് ചേരണം. അവിടെയാണ് അത് മുളച്ചു പൊങ്ങുന്നത്. വേദനയുടെ ആ കാസയിലേക്ക്, രക്തത്തിന്റെ കാസയിലേക്ക്, യേശുവിന്റെ പീഡാനുഭവത്തിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഈശോയുടെ ജീവിതത്തിലേക്ക് ചേരുകയാണ്. സഹനം നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ്, വേദനകൾ നമുക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ്, വേദന സംഹാരികളുടെ ശക്തമായി ആശ്രയിക്കുന്നവരാണ്. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, യേശുവേ എന്റെ വേദന കാണണമേ എന്ന്? യേശുവേ എന്റെ ഈ കഷ്ടപ്പാട് കാണണമേ എന്ന്? റീത്ത പുണ്യവതി അതാണ് ചെയ്തത്. ആഗ്രഹിച്ചു അവള് ഒരു മഠത്തിൽ ചേരാൻ. എല്ലാ തടസ്സങ്ങളും ഉണ്ടായെങ്കിലും ദൈവം ഇടപെട്ടു. എന്റെ മനസ്സിലേക്ക് വരുന്നത്, റീത്ത പുണ്യവതിയുടെ മുമ്പിലേക്ക് ചെന്ന്, രൂപത്തിന്റെ മുമ്പിലേക്ക് ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തില് നിങ്ങളുടെ കടബാധ്യതകൾ മാറുമെന്ന് എന്റെ മനസ്സിൽ വരികയാണ്. ദൈവത്തിന്റെ ശക്തമായ ഇടപെടല് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നടക്കും. വിശുദ്ധ റീത്ത പുണ്യവതിയുടെ അഴുകാത്ത ആ മേനി ഇന്ന് ഇറ്റലിയില് റീത്തായുടെ നാമത്തിലുള്ള ബസിലിക്കായിലുണ്ട്. മനോഹരമായ ദേവാലയം. എത്രയോ കോടി ജനങ്ങള് ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, മാധ്യസ്ഥം തേടിയിട്ടുണ്ട്. റീത്ത പുണ്യവതിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ. റീത്ത പുണ്യവതിക്ക് ശക്തമായ ക്ഷയരോഗമുണ്ടായിരുന്നു. വീട്ടിലുള്ള കഷ്ടപ്പാടുകള്, ജീവിത പങ്കാളിയിൽ നിന്നുള്ള കഷ്ടപ്പാടുകള്, മക്കള് റിവെഞ്ച് ചെയ്യാനുള്ള കഷ്ടപ്പാടുകള്, ഒരു മഠത്തിൽ ചേരണമെന്നുള്ള ആഗ്രഹത്തിന്റെ തടസ്സങ്ങള്, മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ക്ഷയരോഗം. ഒരു സഹനത്തിന്റെ പുത്രിയായി, ദൈവത്തിന്റെ പുത്രിയായി. സഹനത്തിന്റെ പുത്രനോ പുത്രിയോ ആകുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും പീഠത്തിൽ എടുത്തു വയ്ക്കപ്പെടുന്ന വിശുദ്ധരുമായി തീരുകയുള്ളൂ. നമ്മുടെ വിശുദ്ധിയായ അൽഫോൻസാമയുടെ ജീവിതം അറിയാം. എത്രയോ ശക്തമായ സഹനമായിരുന്നു. മദർ തെരേസയ്ക്ക് എത്രയോ ശക്തമായ സഹനങ്ങളും പീഡനങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ പീഡനങ്ങളെ കുറിച്ച് നമ്മൾക്ക് കേൾക്കാൻ പറ്റുകയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത്, പ്രത്യേകിച്ച് ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ
ശക്തമായ രോഗം ബാധിച്ച് കൂനമാവിൽ കിടക്കുകയായിരുന്നു. ഈ രോഗത്തിന്റെ അവസ്ഥയിലും ദൈവത്തിന്റെ മുൾമുടി കാണാൻ, രോഗത്തിന്റെ അവസ്ഥയിലും യേശുവിന്റെ കൈകളിലെയും കാലുകളിലെയും മാറിലെയും മുറിവ് കാണാൻ കഴിഞ്ഞാൽ അവിടുത്തെ തിരുരക്തം നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങും. ഈ അവസരത്തിൽ വിശുദ്ധ റീത്ത പുണ്യവതിയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ച് സഹനത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കളെ യേശു തൊടുന്നുണ്ട്. ആ റീത്ത പുണ്യവതി നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ആ പുണ്യവതിയുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടുകളെയും പ്രത്യേകമായി എടുത്തു മാറ്റുന്നു. കടബാധ്യതകള് മാറുവാനായിട്ട് പ്രാർത്ഥിക്കാം. രോഗികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റാഗിയൊക്കെ നടത്തുന്ന നമ്മുടെ മക്കള്, ആ കോട്ടയത്ത് മക്കളെയൊക്കെ ഓർക്കണം. അവര് മക്കളെന്ന് പറയാൻ പറ്റില്ല, അത്ര ക്രൂരനാണ്. ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു, ഇസ്രായേലിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നത് ഭീകരതയുടെ മറ്റൊരു മുഖമാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, മുലപ്പാലൂടി മാറാത്ത ഈ കൊച്ചു കുഞ്ഞ് എന്തു തെറ്റ് ചെയ്തു? ആ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് എന്ത് ലഭിച്ചു? അവർക്ക് ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർക്ക് ലഭിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റീത്ത പുണ്യവതിയെ കുറിച്ചുള്ള ഒരു ചെറിയ വിചിന്തനം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത്. നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സഹനത്തിന്റെ പാതകളില് പുഷ്പങ്ങൾ വിരിയണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, രക്ഷയുടെ പാതകൾ തുറക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കുടുംബ ജീവിതത്തിൽ അനുഭവിച്ച വേദനകള് റീത്ത പുണ്യവതിയോടൊപ്പം നമുക്ക് സമർപ്പിക്കാം. സ്വന്തം മക്കള് റവഞ്ച് ചെയ്യാൻ, പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ കുരിശിലെ സ്നേഹം, കുരിശിലെ മൊഴികള് ശക്തി നൽകിയല്ലോ. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ആ സങ്കീർത്തനത്തോടുകൂടി, യേശുവിന്റെ മൊഴിയോടുകൂടി, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന യേശുവിന്റെ കുരിശിലെ മൊഴിയോട് ചേർത്ത് നിങ്ങളെ എല്ലാവരെയും ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. വിശുദ്ധ റീത്ത പുണ്യവതിയുടെ മാധ്യസ്ഥത്തില് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങള് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ കൈകളിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നു. അമ്മയുടെ ശിരസില് മുൾമുടി ഉണ്ടായിരുന്നല്ലോ, സന്യാസ സഭയില് ചേർന്നല്ലോ. നല്ല ജീവിത മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റീത്ത പുണ്യവതിയുടെ മാധ്യസ്ഥം നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ആമേൻ.